2021 ഒക്ടോബർ മാസം 4-ന് മുസ്ലിം ലീഗ് MLA UA ലത്തീഫ് ഒരു സബ്മിഷൻ ഉന്നയിച്ചു. അന്ന് നിയമസഭയിൽ അനുവദിച്ച 9ാമത്തെ സബ്മിഷനായിരുന്നു അത്. കോവിഡ് മൂലം വല്ലാതെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സബ്മിഷനാണ് അദ്ദേഹം അനുമതി നേടിയത്. എന്നാൽ അദ്ദേഹം നടത്തിയത് വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം. പാലാ മെത്രാനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൗൺസിലിംഗിന്റെ കാര്യം പറയാനെന്ന പേരിൽ സഭയുടെ അനുവാദം നേടിയ അദ്ദേഹം അത് പാലാ മെത്രാനെതിരെ പറയാനുള്ള അവസരമാക്കിയത് മുസ്ലിമുകളിലെ തീവ്രവാദികളെക്കുറിച്ചും ലവ് ജിഹാദികളെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദികളെക്കുറിച്ചും അന്യമതസ്ഥർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് അടിവരയിടുകയായിരുന്നില്ലേ? അതായത് ഇവർ പരസ്യമായി ധരിക്കുന്ന മൂടുപടം കാപട്യമാണ്. ഇത്തരക്കാരുടെ ഉള്ളിൽ നിറയെ വിഷവും ഗൂഢലക്ഷ്യങ്ങളുമാണ്. ഒന്നിനെന്ന് പറഞ്ഞ അവർ മറ്റൊന്നിന് അവസരം ഉണ്ടാക്കുകയാണ്. കൗൺസിലിംഗിനെ കുറിച്ച് പറയാൻ എഴുന്നേറ്റവൻ പറയുന്നത് പാലാ മെത്രാനെ കുറിച്ച് പറയുന്നത് ചതിയല്ലേ? ഇത് തന്നെയാണ് മറ്റു കാര്യങ്ങളിലും ഇക്കൂട്ടർ കാണിക്കുന്നത് എന്നതിന് ലത്തീഫിന്റെ പ്രവൃത്തി തന്നെ തെളിവല്ലേ? ഇക്കൂട്ടരുടെ പ്രണയവും മയക്കുമരുന്ന് കച്ചവടവും പോലും സത്യമല്ല, ഗൂഢമാണ്. സമൂഹത്തിൽ പ്രണയിക്കുന്നവർ ഉണ്ടാകാം. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ തമ്മിലും പ്രണയമുണ്ടാകാം. അതിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും കാണാം. എന്നാൽ പ്രണയം തന്നെ കാപട്യമാക്കുന്നവരുണ്ട്. അവർ പ്രണയം കെണിയാക്കുകയാണ്, അപകടത്തിൽ ചാടിക്കുവാനുള്ള കെണി. ഇത്തരക്കാർ സമൂഹത്തിൽ ഉണ്ടെന്നതിനുള്ള സാക്ഷ്യങ്ങൾ നിരവധിയാകുമ്പോൾ അങ്ങനെ ഒന്നില്ല, എല്ലാ പ്രണയവും സത്യമാണ് എന്ന് പ്രതിരോധവുമായി വരുന്നവർ, അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളവരല്ലേ? പണമുണ്ടാക്കാൻ വേണ്ടി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്. അത് അതിൽ തന്നെ തെറ്റായ ഏർപ്പാടാണ്. ഇത്തരം കച്ചവടക്കാർക്ക് മനസാക്ഷിയോ മാനുഷിക ചിന്തകളോ ഉണ്ടാകണമെന്നില്ല. ദോഹയിൽ വെച്ച് പിടിക്കപ്പെട്ട ഓനിബ ഖുറേഷി എന്ന ഗർഭിണിയായ യുവതിയുടെയും ഒപ്പമുണ്ടായിരുന്ന അവരുടെ ഭർത്താവ് മുഹമ്മദ് ഷെരീഫിന്റെയും കഥ തന്നെ ഉദാഹരണം. 2019 ഏപ്രിലിൽ വിവാഹിതരായ അവർ സമ്പന്നരും മികച്ച ഉദ്യോഗം വഹിക്കുന്നവരുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് അവർ ബാങ്കോക്കിന് മധുവിധ യാത്ര നടത്തി. ഒനീഷ ഗർഭിണിയായി. അപ്പോഴാണ് മുഹമ്മദിന്റെ അമ്മാവി തപ്സം മരുമകനും ഭാര്യയ്ക്കും ദോഹയിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നത്. ഒനീഷ ഗർഭിണിയായതുകൊണ്ട് അവർക്ക് യാത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മാവി സ്നേഹത്തോടെ നിർബന്ധിച്ചു. അവർ സമ്മതിച്ചു. 2019 ജൂലൈയിൽ മുംബൈയിൽ നിന്നും ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് ദോഹയിലേക്കും യാത്രയായി. 3 ദിവസത്തെ താമസമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ 16 ജോഡി വസ്ത്രം എടുക്കണമെന്ന് അമ്മാവി ആവശ്യപ്പെട്ടു. 3 ദിവസം താമസിക്കുന്നതിന് 16 ജോഡി വസ്ത്രം എന്തിന് എന്ന അവരുടെ സംശയത്തിന് അമ്മാവി കൃത്യമായ മറുപടി കൊടുത്തില്ല. ബംഗളൂരുവിൽ അമ്മാവിയുടെ ഉദ്യോഗസ്ഥൻ അവരുടെ ബാഗ് പരിശോധിച്ചു. ദോഹ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ 2 പേരും പോലീസ് പിടിയിലായി. നിരപരാധികൾ എന്ന അവരുടെ വാദം ദോഹ പോലീസ് അംഗീകരിച്ചില്ല. 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. 2020 ഫെബ്രുവരിയിൽ ഒനിഷ ജയിലിൽ വെച്ച് പ്രസവിച്ചു. മുഹമ്മദിന്റെ അച്ഛൻ ദോഹയിലെത്തി താമസിച്ച് കേസ് നടത്തി. 15 മാസമാണ് അദ്ദേഹത്തിന് അവിടെ താമസിക്കേണ്ടി വന്നത്. അദ്ദേഹം ഇന്ത്യൻ നാർക്കോട്ടിക് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതി അനുസരിച്ച് അമ്മാവി തപ്സവും കൂട്ടുകാരനും പിടിയിലായി. യാത്രക്കാർ അറിയാതെ അവർ കൊടുത്തുവിട്ടതാണ് മയക്കുമരുന്ന് എന്ന് തെളിയിക്കപ്പെട്ടു. ആ റിപ്പോർട്ട് ദോഹയുടെ സുപ്രീം കോടതി അംഗീകരിച്ച് ദമ്പതികളെ കുറ്റവിമുക്തരാക്കി. 2021 ഏപ്രിലിൽ അവർ ഇന്ത്യയിൽ തിരിച്ചെത്തി. മുഹമ്മദിന്റെ അച്ഛന് ദോഹയിൽ താമസിച്ച് കേസ് നടത്താൻ ശേഷി ഉണ്ടായിരുന്നതുകൊണ്ടും ഇന്ത്യയിലെ കച്ചവടക്കാരെ അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ടും അവർക്ക് രക്ഷപ്പെടാനായി. സ്വന്തം സഹോദരന്റെ മകനെയും മരുമകളെയും ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരി സഹായിച്ചതിന്റെ കഥയാണിത്. പക്ഷേ ഇങ്ങനെ പല വിധത്തിൽ മയക്കുമരുന്നിന് അടിമകളാകപ്പെടുന്ന യുവതികളോട് മതം മാറാനും തങ്ങളെ വിവാഹം കഴിക്കാനും ആവശ്യപ്പെടുന്നവർ മയക്കുമരുന്ന് പോലും മറ്റു മതസ്ഥരെ നശിപ്പിച്ച് തങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നവരാണ് എന്ന് പറയുന്നതാണോ തെറ്റ്? ഇത്തരം സംഭവങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് സംരക്ഷണം ഒരുക്കുന്നവർ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ സഹായികളാണെന്ന് കരുതി പോകില്ലേ? ലത്തീഫ് സൂത്രത്തിലും
അനധികൃതവുമായിട്ടാണെങ്കിലും നിയമസഭയിൽ വളരെ വികാരപരമായിട്ടാണ് സംസാരിച്ചത്. സമൂഹത്തിലെ ഏതാനും മുസ്ലിമുകൾ അമുസ്ലിം പെൺകുട്ടികളെ കെണിയിലാക്കുവാൻ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നടത്തുന്നുവെന്ന് കുറവിലങ്ങാട് പള്ളിയിൽ 2021 സെപ്റ്റംബർ 8 കുർബാനയ്ക്കിടയിൽ പ്രസംഗിച്ച പാലാ മെത്രാൻ മുസ്ലിം സമൂഹത്തിന്റെ നെഞ്ചിൻകൂടിനെ നേരെ വെടിവെച്ചു എന്നാണ് ലത്തീഫ് പറഞ്ഞത്. എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണോ മുസ്ലിം സമൂഹമെന്ന് അദ്ദേഹം ചോദിച്ചു. വാസ്തവത്തിൽ രാഷ്ട്രീയമോ വർഗീയവുമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ലത്തീഫും ലത്തീഫിനെ പോലെ ഉള്ളവരുമല്ലേ എല്ലാവരെയും സ്നേഹിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ആത്മീയ പിതാവിനെതിരെ അടിസ്ഥാനമില്ലാത്ത ആക്ഷേപമുന്നയിച്ച് ആ സമൂഹത്തിന്റെ നെഞ്ചിനു നേരെ വെടിവെച്ചത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ 2000 വർഷത്തിന്റെ ചരിത്രമുണ്ട്. ഒരിക്കലെങ്കിലും ഏതെങ്കിലും സമൂഹത്തിന് നേരെ ക്രൈസ്തവർ ആയുധം പ്രയോഗിച്ച ചരിത്രമുണ്ടോ? യേശു ശിഷ്യനായ മാർത്തോമയിൽ നിന്നും യേശു വിശ്വാസം സ്വീകരിച്ച ഒരു സമൂഹം എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ചതിൻ്റെ കഥയല്ലേ 2000 വർഷത്തെ ക്രൈസ്തവരുടെ ഭാരതത്തിലെ ചരിത്രം. മുഗളന്മാരെ പോലെ വിദേശത്ത് നിന്നും വന്ന ക്രൈസ്തവരായ യൂറോപ്യൻ ഭരണാധികാരികൾ ഭാരതത്തിൻ്റെ ഭരണം നടത്തിയപ്പോഴും ആരെയെങ്കിലും വാൾമുനയിൽ നിർത്തി മതം മാറ്റുകയോ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പകരം ഏറനാട് പോലുള്ള സ്ഥലങ്ങളിലെ മതപീഡനം അനുഭവിച്ച ഹിന്ദുക്കൾക്ക് വരെ സംരക്ഷണമാവുകയായിരുന്നില്ലേ അവർ? എന്നാൽ അതാണോ അന്നും ഇന്നും ലത്തീഫ് വാദിക്കുന്ന സമൂഹത്തിന്റെ സമീപനം? ക്രൈസ്തവർക്ക് ശേഷം 6 നൂറ്റാണ്ട് കഴിഞ്ഞ് കേരളത്തിലെത്തിയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിർബന്ധിത മതമാറ്റത്തിന്റെയും പീഡനങ്ങളുടെയും കഥകൾ നിരവധിയല്ലേ? ടിപ്പു സുൽത്താൻ അടക്കമുള്ളവർ നടത്തിയ നിർബന്ധിത മതമാറ്റത്തിന്റെ കഥകൾ ചരിത്രത്തിലില്ലേ? കേരളത്തിന്റെ ഓർമ്മകളിലില്ലേ? ഇത്തരം അധിനിവേശ ശ്രമങ്ങളെ പോലും ദൈവാശ്രയം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നേരിട്ട സമൂഹമാണ് ക്രൈസ്തവർ. അത്തരമൊരു സംഭവത്തിന്റെ ഓർമ്മ കൂടിയാണ് സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുന്ന 8 നോമ്പ്. ആ തിരുനാളിനെത്തിയ വിശ്വാസികളോട് ആധുനിക കാലത്ത് ക്രൈസ്തവർ അനുഭവിക്കുന്ന ഭീഷണിയെക്കുറിച്ച് പിതാവ് ഓർമ്മിപ്പിക്കുകയും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ ഉപദേശിച്ചതും മുസ്ലിമുകളുടെ നെഞ്ചിനു നേരെയുള്ള നിറയൊഴിക്കലായി ചിത്രീകരിച്ചതിനെതിരെയല്ലേ നടപടിയെടുക്കേണ്ടത്? ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി ക്രൈസ്തവ സമൂഹം മാറി എന്ന് അതിലൂടെ ലത്തീഫല്ലേ കാണിച്ചു തന്നത്? നിയമസഭയുടെ സംരക്ഷണം ഉപയോഗിച്ച് ഒരു സമൂഹത്തിനെതിരെ ലത്തീഫ് വായിൽ തോന്നിയതെല്ലാം പറഞ്ഞു. അതിനെ ചോദ്യം ചെയ്യേണ്ടവർ നിശബ്ദത പാലിക്കുകയും ചെയ്തു. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളെല്ലാം ഏതാണ്ട് മുഴുവനായും സ്വന്തമാക്കി വെച്ചിരുന്നവർ മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങൾ തങ്ങളുടെ ന്യായമായ അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ മുതൽ വല്ലാതെ അസ്വസ്ഥതയോടെ വിദ്വേഷം പടർത്തുന്ന വാക്കുകൾ പറയാറുണ്ട്. പാലാ മെത്രാൻ മുസ്ലിം സമൂഹത്തെ ആകെ കുറ്റപ്പെടുത്തിയില്ല. അവരിൽ ജിഹാദികളായ ഏതാനും പേരെക്കുറിച്ചാണ് പറഞ്ഞത്. ക്രൈസ്തവ സമൂഹത്തിന് ഇത്തരം നിരവധി അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടതും. ഈ വാക്കുകൾ മുസ്ലിം സമൂഹത്തിലെ നല്ലവരായ ബഹുഭൂരിപക്ഷത്തിനും അങ്ങനെ എന്തുകൊണ്ട് വിഷമമുണ്ടാകണം? അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ചാനലുകാരും മറ്റു കുബുദ്ധികളും തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കണം. ലത്തീഫ് നിയമസഭയിൽ പറയാതെ പറഞ്ഞ അടുത്ത മോഹം കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജയിലിൽ കിടക്കുന്ന നേതാവിനെ പോലെ ബിഷപ്പിനെയും ജയിലിലാക്കണം എന്നാണ്. ബിഷപ്പ് എന്ത് തീവ്രവാദത്തിനാണ് ആഹ്വാനം ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പോഴും ഭാരതത്തിൽ ശരീഅത്ത് കോടതികളല്ല പ്രവർത്തിക്കുന്നത് എന്ന് ലത്തീഫിന് അറിവില്ലെന്നുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന 2 വിപത്കരമായ നീക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ ആഹ്വാനം ചെയ്തതല്ലാതെ ജിഹാദികൾക്കെതിരെ പോലും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തില്ല. സമൂഹത്തോട് ജാഗ്രത പുലർത്താൻ മാത്രമാണ് പറഞ്ഞത്. എന്നിട്ടും ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്താനും മറ്റും തീവ്രവാദികൾ തയ്യാറായി. ആരാണ് തീവ്രവാദികളെന്നും ആക്രമണങ്ങൾക്ക് പ്രേരണയും ആഹ്വാനവും ചെയ്തതെന്നും സമൂഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. കേരളത്തിൽ നടക്കുന്ന തീവ്രവാദ അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും വിലക്കണമെന്ന ലക്ഷ്യത്തോടെ
തീവ്രവാദികളെ സംരക്ഷിക്കുന്നവർ നടത്തുന്ന പ്രചാരണം കേട്ട് ആർക്കാണ്, എങ്ങനെയാണ് മൗനം പാലിക്കാനാകുക? മുസ്ലിം ലീഗിന്റെ മതേതരത്വം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള മറ്റ് കക്ഷികളുടെ തനിനിറം വ്യക്തമാക്കുന്നതായിരുന്നു നിയമസഭയിൽ ലത്തീഫ് നടത്തിയ ഈ പർദ്ദ ചൂടിയ കളി. സ്പീക്കർ അനുവദിച്ച വിഷയത്തിൽ നിന്നും തെന്നിമാറി തികച്ചും വർഗീയമായ വാക്കുകൾ സഭയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ സ്പീക്കറുടെ സ്ഥാനം അലങ്കരിച്ച ചെയർമാൻ പോലും വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ല. ലത്തീഫിന് പറയേണ്ടതെല്ലാം പറയാനായി. ക്രൈസ്തവരായ ജനപ്രതിനിധികൾ ഒരു ബിഷപ്പിനെതിരെ മുസ്ലിം നേതാവ് പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെക്കുറിച്ച് ഒന്നും പറയുവാനോ പ്രതിഷേധിക്കുവാൻ പോലുമോ തയ്യാറായില്ല. പറയേണ്ടവർ നിശബ്ദത പാലിച്ചു. ലീഗിനോടുള്ള ഭയവും വിധേയത്വവും പ്രകടമാക്കി. ലത്തീഫിനു മുമ്പ് സംസാരിച്ചത് പ്രതിപക്ഷത്തെ കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫും അതിനുശേഷം പ്രസംഗിച്ചത് ഭരണകക്ഷിയിലെ കേരള കോൺഗ്രസ് നേതാവ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലുമായിരുന്നു. ഈ നിസ്സംഗത ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യും. കേരളത്തിൽ പെരുകുന്ന വ്യാജക്കള്ളിനെ മുൻ എക്സൈസ് മന്ത്രി കെ ബാബു കാനായിലെ അത്ഭുതത്തോട് ഉപമിച്ചപ്പോൾ പക്ഷെ ബാബുവിനെ കുടുക്കിലാക്കുവാൻ നല്ല കെണി കിട്ടിയെന്ന മട്ടിൽ പ്രതിഷേധിക്കുവാൻ ഭരണകക്ഷിയിലെ ഏറെ പേരുണ്ടായിരുന്നു. ക്രൈസ്തവരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്ന പ്രതിഷേധം കൂടിയായപ്പോൾ ബാബു മാപ്പ് പറഞ്ഞ് തടി തപ്പി. ബാബുവിന്റെ ഉപമ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമായി അദ്ദേഹം മനസ്സിലാക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. അത് നല്ല മാതൃകയായി പ്രതിഷേധിക്കുന്നവർക്കും അതിനോട് പ്രതികരിക്കുന്നവർക്കും. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു മാപ്പിള കലാപം നടക്കുകയാണ്. അടുത്ത കാലത്ത് നടന്ന പാർട്ടി പുനഃസംഘടനയാണ് പ്രശ്നമായത്. മുതിർന്ന നേതാവായ AN നാസറിനെ പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അലി അക്ബർ, സെയ്ദ് തഹ ബഫ്കി തങ്ങൾ തുടങ്ങിയ മുസ്ലിം നേതാക്കൾ രാജിവെച്ചു. ഓന്തോടിയാൽ വേലിയോളം എന്നറിയുന്ന BJP നേതൃത്വം അനങ്ങിയ മട്ടുപോലും കാണിക്കുന്നുമില്ല. വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെക്കുറിച്ച് ഹൈന്ദവ നിലപാടനുസരിച്ച് സിനിമ പിടിക്കുന്ന ആളാണ് അലി അക്ബർ. രാജിവെച്ചവരിൽ ബാഫക്കി തങ്ങൾ വല്ലാത്ത വിവേചനത്തിന്റെ കഥ പറഞ്ഞു. മുസ്ലിം എന്ന കാരണം പറഞ്ഞ് ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഒരു യോഗത്തിൽ പ്രവേശിക്കുവാൻ തന്നെ അനുവദിച്ചില്ല എന്ന് വരെ പറഞ്ഞു. പാലാ മെത്രാന് BJP കൊടുത്ത പിന്തുണയിലും അദ്ദേഹം അമർഷം രേഖപ്പെടുത്തി. BJPയെ പിടിച്ചടക്കുവാൻ മുസ്ലിം സമൂഹം നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് BJP ജാഗ്രത പുലർത്തുന്നുവെന്നാണ് അവരുടെ നടപടികൾ തരുന്ന സൂചന. ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ കളികൾ നടത്തുന്നതിൻ്റെ അടയാളങ്ങളുണ്ട്. 1990കളുടെ അവസാന കാലത്ത് CPMലെ അനിഷേധ്യ നേതാവായിരുന്ന VSനെതിരെ പിണറായിക്ക് സഹായവുമായി ഫാരിസ് അബൂബക്കർ വന്നത് ചരിത്രമാണ്. അന്ന് കണ്ണൂരിൽ നടന്ന നായനാർ ഫുട്ബോളിന് ഫാരിസ് കൊടുത്ത സാമ്പത്തിക സഹായം വലുതായിരുന്നു. 2005 ഫാരിസ് പിടിച്ചെടുത്ത ദീപിക പത്രത്തിൽ അദ്ദേഹം അധികാരമേറ്റതു മുതൽ പിണറായി സ്തുതികൾ ഉയരുകയും VS വിരുദ്ധ വാർത്തകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തതും ചരിത്രം. ആ വർഷത്തെ ഓശാന തിരുനാൾ ദിനത്തിൽ ദീപിക വാരാന്ത്യ പതിപ്പിൽ വന്നത് പാലുളി മുഹമ്മദ് കുട്ടിയെക്കുറിച്ചുള്ള ലേഖനമായിരുന്നു. ദീപികയ്ക്കെതിരെ VS ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഫാരിസ് ദീപിക വിട്ട ഉടനെ അത് പിൻവലിക്കുകയും ചെയ്തതും ചരിത്രം. പാർട്ടി സഖാക്കൾ ഓഹരി കൊടുത്തു വാങ്ങിയ ചാനലിൽ VS അനഭിമിതൻ എന്ന് വിളിച്ച ഫാരിസുമായി എത്ര ദീർഘമായ അഭിമുഖമാണ് നടത്തിയത്. അതിനുള്ള സ്വാധീനം അദ്ദേഹം പാർട്ടിയിൽ പിണറായിയിൽ നേടി. മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ നടത്തുന്ന കള്ളക്കളികളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നേതാവായിരുന്നു VS. എന്നാൽ പിണറായി ആകട്ടെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായ മദനിയുടെ പാർട്ടിയുമായി ചങ്ങാത്തത്തിലും. ആലപ്പുഴയിലെ മുതിർന്ന നേതാവ് G സുധാകരനെതിരെ അടുത്ത കാലത്ത് ഉയർന്ന ആക്ഷേപം അദ്ദേഹം ഒരു നേതാവിനെ SDPI പ്രവർത്തകൻ എന്ന് വിളിച്ചു എന്നതായിരുന്നു എന്നതും ചേർത്ത് വായിക്കുക. നിർബന്ധിത മതപരിവർത്തനം നടത്തി ഹിന്ദുക്കളെ മതം മാറ്റിയ ഏറനാട്ടിൽ ശരിയത്ത് കോടതി സ്ഥാപിച്ച വാര്യംകുന്നത്ത് ഹാജിക്ക് വേണ്ടി CPM സഖാക്കൾ നടത്തുന്ന ആവേശത്തോടെയുള്ള പോരാട്ടവും നല്ല സൂചനയായി കാണാനാകുമോ? ഇത് തന്നെയല്ലേ ലക്ഷദ്വീപ് വിഷയത്തിലുണ്ടായ ആവേശത്തിന് പിന്നിലുള്ളതും പൗരത്വ നിയമത്തിന് പിന്നിലുള്ളതും? ഭാരതത്തിന്റെ ഭരണഘടനയുടെയും
നിയമങ്ങളുടെയും മറവിൽ, അവ അനുവദിച്ച ഔദാര്യങ്ങളുടെ മറവിലും എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവർ വർദ്ധിക്കുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട SFI നേതാവ് അഭിമന്യുവിന്റെ SDPIക്കാരായ പ്രതികളിൽ പലരെയും പിടിക്കാനാകാതെ പോയതും സംശയം ഉണർത്തുന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന KT ജലീൽ എന്തെല്ലാമാണ് സ്വന്തം സമൂഹത്തിനു വേണ്ടി അനധികൃതമായി ചെയ്തത്? ഭാരതത്തിലെ സുപ്രീം കോടതിയിൽ നിന്ന് വരെ അദ്ദേഹത്തിന് ഒളിച്ചോടേണ്ടി വന്നില്ലേ? തലയിൽ മുണ്ടിട്ട് നടത്തുന്ന കളികൾ ആരെങ്കിലും മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുന്നത് എന്തിനു വേണ്ടി? മുസ്ലിം സമൂഹത്തിലെ സുമനസ്സുകൾ തിരിച്ചറിയേണ്ടത് ഈ കള്ളനാണയങ്ങളെയാണ്. ക്രൈസ്തവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നൂറ്റാണ്ടുകളായ ഈ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത് വാതിലിലൂടെ അല്ലാതെ കടക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരെക്കുറിച്ച് ക്രൈസ്തവരെ പോലെ മുസ്ലിം സമൂഹത്തിലെ സുമനസ്സുകളും ജാഗ്രത പുലർത്തുന്നത് നല്ലതാകും. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ പണമുണ്ടാക്കാൻ ജിഹാദികളായവർ മൂലം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിം യുവതലമുറയിൽ എത്തിച്ചേർന്ന ദുരന്തം പഠിക്കണം. അവിടെ അധികാരം പിടിച്ച തീവ്രവാദികൾ പെൺകുട്ടികളോട് കാണിക്കുന്ന സമീപനവും കാണണം. നാട് നടക്കേണ്ടത് മുന്നോട്ടാണ്, പിന്നോട്ടല്ല. മറ്റൊരു വിഷയവുമായി ഷിലോഹാന്റെ കാഴ്ചകളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.